आपको नहीं 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 आप ऐसा मत बोलने का। आज के कार्यक्रम के लिए आपका स्वागत है। आप किस चैनल से हो? अच्छा, मैम गम आप नहीं जानते क्या कोशिश कर रहे हैं? ഹും ഹിന്ദിയിലാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ പോക്ക പോലെ ചെറിയൊരു ഷോ. അല്ല, ആശാ വർക്കർമാരുടെ സമരത്തില് കേന്ദ്ര സർക്കാരിന്റെ ലൈൻ എന്താ? വളരെ കൃത്യമായിട്ടുള്ള ലൈനാണ് ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാവരുടെയും ലൈന് കൃത്യമാണ്. ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. ഏ പ്രഭു, सरकार ये जो हम उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके. ഇദ്ദേഹം ആരോടാണ് ഹിന്ദി സംസാരിക്കുന്നത്? മലയാളം മാധ്യമങ്ങളോട്. പെട്ടെന്ന് ഒരു നിമിഷം ഇദ്ദേഹം ഡൽഹിയിലാണെന്ന് ചിന്തിച്ചു പോയി. ये कोशिश के बारे में मैं आपसे बोला हूं. സാറേ, നമ്മളിപ്പോ സ്റ്റാച്യൂലാട്ടോ. Because my man there at the helm of affairs is a specialist in surgical strikes. യുദ്ധം നടക്കുവോ? There will be a surgical strike. That is my expectation. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളെ ഒരു നിലപാട്? അവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സമീപനം, ആ സമീപനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്. കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല നെഹി. ഈ എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന സമീപനം. അല്ല, ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്ന പദ്ധതി ആരുടെ സാറേ? ആശാ വർക്കർ എന്ന് പറയുന്ന പദ്ധതി അതത് ഗ്രാമത്തിലെ ആരോഗ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് ആശാ വർക്കർ പദ്ധതി ആരംഭിച്ചത് കേന്ദ്രമാണ്. പക്ഷെ പ്രശ്നമൊക്കെ പരിഹരിക്കേണ്ടത് അതത് സംസ്ഥാനങ്ങളാണ്. ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. എത്രയാണ് ഇപ്പൊ കേരളം കൊടുക്കുന്ന ഓണറേറിയം? 2016 ഓണറേറിയം 1000 രൂപയായിരുന്നു സർ. ഇന്ന് അത് 7000 രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. കേരളം നൽകുന്നത് 6000, കേന്ദ്രം കൊടുക്കുന്ന എത്രയാ? ആ പദ്ധതിയിലുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത ഓണറേറിയം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് 2000 റുപ്യാണ്. അല്ല, ഈ 2000 റുപ്യ ഒരു 5000 റുപ്യ ആക്കിയിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ആന്ധ്രാപ്രദേശിൽ 10000 രൂപയാണ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ. അപ്പൊ യു പിയോ? ഒറ്റ മിനിറ്റ് ഒന്ന് പരിശോധിക്കട്ടെ. ഓ, വലിയ തുകയാണ് കേട്ടോ. എത്രയാ? 1500 ക. രാജസ്ഥാൻ കൊടുക്കുന്നത് കൂടി പറയാമോ? പരിശോധിക്കട്ടെ. അതും വലിയ തുകയാണ്. 1650 ക. ആന്ധ്രാപ്രദേശിൽ 10000 രൂപയാണ് കൊടുക്കുന്നത്. ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംഭവം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. 1 രൂപ പോലും നൽകിയിട്ടില്ല. ബ്രാൻഡിംഗിൽ ഡിലേ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ബോർഡ് വെച്ചില്ല, കേന്ദ്രം കൊടുത്തില്ല. सारे इस राष्ट्र के इनके जो काम से भलाई मिला. कराची से लोग अंदरून मुल्क अपनों में ईद मनाने के लिए यार रोक लेना. मुझे मालूम. क्या मालूम? नहीं, आ मालूम. മുജേ മാലു. അയ്യോ, അറിഞ്ഞൂടാന്നുള്ളതിന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. അല്ല, ശരിക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞോ? എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒന്നും കൊടുത്തില്ല പോലും. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും. മൂപ്പർ ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ. അപ്പോ സർട്ടിഫിക്കറ്റ് നോക്കാം. അതിന്റെ ഡോക്യുമെന്റും ഉണ്ട് സർ. അപ്പോ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സർ ഇതിൽ നില്ലാണ്. മുജേ മാലു. അണ്ണാ നിൽ. ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. As far as the Kerala government is concerned, I would like to enlighten the member that the government of India has given all its due. നദ്ദാജി പറഞ്ഞത് എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നാണ്. പക്ഷെ രേഖകൾ പ്രകാരം നിൽ. എവിടെ പോയി? എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്.
അത് നുണയാണോ എന്ന് അന്വേഷിക്കൂ. ഒന്ന് അന്വേഷിച്ചിട്ട് ഇപ്പൊ വരാം. കേരളത്തിന് ഇതുവരെ ഈ വർഷങ്ങളിൽ കേന്ദ്രം നൽകിയിട്ടുള്ള NHM-ന് അനുവദിച്ച തുകയാണ് സർ. അത് ഞാൻ ഇന്ന് ടേബിൾ ചെയ്യുന്നു സർ. 2023 ക്യാഷ് ഗ്രാന്റ് 0 ആണ് സർ. 2025 ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഇത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ സഭയിൽ ടേബിൾ ചെയ്യുന്നു സർ. സാറേ അന്വേഷിച്ച് നിൽ. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് എന്താ ജോലി? ये क्या हुआ? Our share has been given to Kerala also the Asha. നാഥാജി പറഞ്ഞ കണക്ക് പ്രകാരം ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും, ക്ഷമിച്ചേക്കൂ. അതെ അതെ, ഉന്നത കുല ഭാഷ അടിയങ്ങൾക്ക് പിടികിട്ടാത്തതായിരിക്കും. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലാണ്, തിരിച്ചിട്ട് നോക്കാം, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. മൂപ്പര് പറഞ്ഞത് പ്രകാരം തിരിച്ചും മറിച്ചും ഒക്കെ എഴുതി നോക്കി. പതിവ് പോലെ ഒരു കാര്യവും. താങ്ക് യു. ധന്യവാദ്. അപ്പൊ പിന്നെ കാണാം. ശരി.